പോട്ടെ ഭാനുമ്മേ. ഭാനുമ്മയ്ക്ക് തീരെ വയ്യെങ്കിൽ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാം. ഇന്ദ്രേട്ടാ, വേഗം ഒരു ടാക്സി വിളിക്കും. ആദ്യം ഭാനുമ്മയുടെ കാര്യം, ബാക്കിയെല്ലാം നമുക്ക് പിന്നെ നോക്കാം. ശരി. വേണ്ട മോളെ, എനിക്ക് ആശുപത്രിയിലൊന്നും പോകണ്ട. നീ എന്നെ മുറിയിലൊന്നും കൊണ്ടുപോയി കിടത്തിയാ മതി. കുറച്ചു നേരം നീണ്ടു നിവർന്ന് കിടന്ന നടുവിന്റെ വേദനയൊക്കെ കുറയും. എനിക്കത് മതി മക്കളെ. എന്നിട്ട് നിങ്ങളെ ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് അന്വേഷിക്ക. അതെന്തായാലും ഞങ്ങൾ അന്വേഷിക്കും ഭാനുമ്മേ. വിനയനെ കൊണ്ട് തന്നെ ഞങ്ങൾ അവരിവിടെ തിരിച്ചെത്തിക്കുകയും ചെയ്യും. ആ, അത് വേണം മക്കളെ. മാഷ് വരുമ്പോ ആ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടാവണം. അല്ലെങ്കിലേ അത് നമ്മുടെയൊക്കെ പിടിപ്പുകേടായി പോകും. ഭാനുമ്മ വാ, നമുക്ക് അകത്തേക്ക് പോവാം. ഇന്ദ്രേട്ടാ, ഒന്ന് പിടിക്കും. എഴുന്നേക്ക് ഭാനുമ്മേ. പതുക്കെ പൊക്കണേ, കാല് തീരെ വയ്യ. ഞാൻ പിടിച്ചിട്ടുണ്ട്, പതുക്കെ. മെല്ലെ എഴുന്നേറ്റാ മതി. സൂക്ഷിച്ചു. മെല്ലെ നടന്നാ മതി. എന്തൊരു വേദനയാ കാല്. എന്റെ ഭഗവാനെ. അയ്യോ. മോളെ, വിനയം കുഞ്ഞുങ്ങളെ അവന്റെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കില്ലേ കൊണ്ടുപോയത്? സുശീല അവനും കൂടെ ചേർന്ന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. ഇല്ല ഭാനുമ്മേ, കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് അവരൊരു കുഴപ്പത്തിനും പോവില്ല. കൈ പൊള്ളൂന്ന് രണ്ടുപേർക്കും അറിയാം. ഓ, ഇന്ദ്രേട്ടാ, ഞാൻ ഭാനുമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ശരി. എന്റെ അമ്മേ. മോനെ ഇന്ദിര, മാഷിനിപ്പൊ എങ്ങനെയുണ്ട് മക്കളെ? ഭേദം ഉണ്ടല്ലോ അല്ലേ? ഇന്ന് തന്നെ ചിലപ്പോ ഐസിയൊന്ന് മാറ്റിയേക്കും. ഓ, അത് കേട്ടാ മതി. ദൈവം ആ മനുഷ്യനൊന്നും വരുത്തില്ല. മാഷ് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഭദ്രമോളെ ആർച്ചമോളെയും ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ലേ മക്കളെ? അവരെ ഞങ്ങൾ ഇന്ന് തന്നെ എത്തിച്ചിരിക്കും. അവൻ അവരെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ശരി, അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കൊണ്ടുവന്നിരിക്കും. എന്റെ ഈശ്വര, എന്റെ മക്കള്. ഐസ്ക്രീമോ? പ്ലീസ്, ഒരു ഐസ്ക്രീം മതി. 4 ചോക്ലേറ്റ് കുത്തിക്കറ്റേ പോരാ നിനക്കൊന്നും. എനിക്കിഷ്ടമുള്ളത് വാങ്ങിക്കും. ആഹാ. ചേട്ടാ, ഈ എടുത്താ ഇത് ഈ ബിസ്ക്കറ്റും കൂടെ എടുത്തോ. ശരി. ഇത് വാങ്ങിക്കും. ഓക്കെ. എന്നാട്ടാ. രണ്ടുപേരും കൂടി വഴക്കൂടാതെ എടുത്ത് കഴിച്ചോളാം, കേട്ടല്ലോ? ഇരുന്ന് കഴിച്ചോ, വഴക്കുണ്ടാക്കല്ലേ. വിനയ, വിനയ, നീ എന്താ വിളിച്ചൊരു ഫോൺ എടുക്കാത്ത വിനയ? അതൊന്നും പറയണ്ട തന്നെ, ഞാൻ ആകെ ഒന്ന് തിരക്കിലായി പോയി. സുശീല ആന്റിയെ കണ്ടതിന് ശേഷമാണല്ലോ തിരക്ക്. അവര് വല്ല ഓർഡർ നിനക്ക് പിടിച്ചു തന്നോ? അതൊന്നുമല്ല, ഞാനേ എന്റെ മക്കളെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോകും. ആണോ? അത് നല്ല കാര്യമാണല്ലോ. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നേ? വിനയ് ചെന്ന് ചോദിച്ചപ്പോ ഉടനെ തന്നെ മക്കളെ വിട്ടു തന്നോ? എന്ന് ചോദിച്ചാ അവിടെ ബാനോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവര് തടസ്സം പിടിക്കാൻ നോക്കി. പിന്നെ സുശീല ആന്റിയുടെ സഹായത്തോടെ ഞാൻ മക്കളെയും കൂട്ടിയും പോന്നു. എന്നിട്ട് സുശീല ആന്റി അവിടെ? അവരവരുടെ വീട്ടിൽ പോയി കാണും. ഞാൻ എന്റെ മക്കളുമായി വണ്ടിയിലിങ്ങ് വന്നു. അല്ല, എന്നിട്ട് മക്കളെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടോ? ഇല്ലെന്നേ, അവരതായ വണ്ടിയിലിരിക്കുന്നു. ആഹാ. എങ്കിൽ പിന്നെ വേഗം വീട്ടിലേക്ക് പോയിക്കോ വിനയ. കുട്ടികളെ സുരക്ഷിതമായി അവിടത്തേക്ക്. നമുക്ക് നാളെ കാണാം. ഞാൻ മനഃപൂർവ്വം ഒന്ന് ഡിലേ ആക്കുന്നതാ.
ആരെങ്കിലും വീട്ടിൽ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടങ്ങ് പോവാന്ന് വെച്ചു. അപ്പോ ഭാനുമ്മയുടെ കയ്യിൽ നിന്ന് കുട്ടികളെ ബലമായി പിടിച്ചു കൊണ്ടുവന്നാണ് അല്ലേ? ഞാൻ ബലപ്രയോഗം നടത്തിയില്ല. സുശീലാന്റി ഭാനുമ്മയെ പിടിച്ചങ്ങ് മാറ്റിയപ്പോ അപ്പൊ തന്നെ വണ്ടി എടുത്ത് ചാരിങ്ങ് പോകും. എന്റെ വിനയ, ആ സുശീലാന്റിയുടെ വാക്കുകേട്ട് ഒന്നും ചെയ്യല്ലേ. അവര് തെറ്റായ വഴിയെ നിനക്ക് പറഞ്ഞു തരൂ. ആ ഞാൻ വിചാരിച്ചത് ഭാനുമ്മ തടസ്സം നിന്നെങ്കിലും നിങ്ങൾ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളുമായി വന്നായിരിക്കുമെന്നാ. അങ്ങനെയൊന്നല്ല തന്നെട്ടാ. അവർ ഒരു തരത്തിലും വഴങ്ങാതെ നിൽക്കുവായിരുന്നു.